ഫാർമ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം ഡയാലിസിസ് എന്നതിനെ കുറിച്ചാണ്. രണ്ട് തരത്തിലുള്ള ഡയാലിസിസ് ഉണ്ട്, ഹീമോ ഡയാലിസിസും പെരിറ്റോണിയൽ ഡയാലിസിസും. ഹീമോ ഡയാലിസിസ് എന്ന് പറഞ്ഞാൽ ഹീമോ ഡയാലിസിസ് ബ്ലഡ്, നമ്മുടെ ബോഡിയിലുള്ള അശുദ്ധമായ ബ്ലഡ്, കിഡ്നി ആണ് ഈ അശുദ്ധമായ രക്തത്തിന് കിഡ്നിയാണ് ശുദ്ധീകരിച്ച് ചീത്ത ആയിട്ടുള്ള സാധനങ്ങളെ പുറന്തള്ളി മൂത്രത്തിൽ കൂടി പുറന്തള്ളേണ്ടത്. അപ്പോൾ അങ്ങനെ ചെയ്യാതെ വരുമ്പോൾ നമ്മുടെ ബോഡിയിൽ ക്രിയാറ്റിനും യൂറിയയും ഇന്നത്തെ പുറന്തള്ളപ്പെടേണ്ട സാധനങ്ങളെല്ലാം നമ്മുടെ ബോഡിയിൽ കൂടിക്കൊണ്ട് വെള്ളത്തിന്റെ അംശങ്ങൾ കൂടും, അരിച്ചു കളയേണ്ട പല സാധനങ്ങളുടെ ഇത് കൂടും, ടോക്സിക് സബ്സ്റ്റൻസ് കൂടും. അങ്ങനെ നമ്മുടെ ബോഡിയിൽ ഹാർട്ട് ഫെയിലറും ലങ്സ് കൊളാപ്സും ഒക്കെ സംഭവിച്ച് നമ്മൾ മരണം വരെ സംഭവിക്കാം. അതിനുവേണ്ടി അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി കിഡ്നി ഫെയിലർ ആയ നമ്മൾ കിഡ്നിക്ക് അത് അരിച്ചു കളയാൻ പറ്റാതെ വരുമ്പോൾ പകരം ഒരു ആർട്ടിഫിഷ്യൽ കിഡ്നി ആയിട്ട് ഈ ഡയാലിസിസ് മെഷീന്റെ ഫിൽറ്റർ വർക്ക് ചെയ്യുന്നു. അങ്ങനെ അതിന്റെ വർക്കിങ്ങും അതിന്റെ എല്ലാ പടവും വീഡിയോയും എല്ലാം സഹിതം ഞാൻ നിങ്ങൾക്ക് വിവരിച്ചു തരാം. കിഡ്നി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ നട്ടലിന് ഇരുവശങ്ങളിലായി അബ്ഡോമന്റെ അകത്ത് ഒരു ബീൻസിന്റെ ഷേപ്പിൽ രണ്ട് കിഡ്നീസ് ഇരുവശങ്ങളിലായി സ്ഥിതി ചെയ്യുന്നു. അതിൽ നിന്നും യൂറിറ്റർ വഴി, രണ്ട് കിഡ്നിയിൽ നിന്നും യൂറിറ്റർ വഴി ബ്ലാഡറിലേക്ക് യൂറിൻ വരുന്നു. അങ്ങനെ ബ്ലാഡറിൽ നമ്മളെ കൺട്രോൾ ചെയ്ത് വെക്കും. നമുക്കിപ്പോൾ യാത്ര ചെയ്യുക, നമ്മൾ കിടന്നുറങ്ങുക, നമുക്ക് ആവശ്യമുള്ളപ്പോൾ മൂത്രം ഒഴിക്കാനായിട്ട് ബ്ലാഡർ കൺട്രോൾ ചെയ്ത് വെക്കുന്നു. അതിനുശേഷം ഈ ബ്ലാഡറിൽ നിന്ന് മൂത്രനാളിയിലൂടെ അത് ഈ മൂത്രം പുറത്തു പോകുന്നു. ഈ കിഡ്നി പല നെഫ്രോൺസ് മുഖേനയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ നെഫ്രോൺസിലോട്ട് ഡയബറ്റിക് ആയ ഒരു പേഷ്യന്റിന്റെ ബ്ലഡ്, ഷുഗർ കലർന്ന ബ്ലഡ് അതിൻ്റെ അകത്തോട്ട് വരുമ്പോൾ അതിന് സപ്ലൈ കുറയുകയും ബ്ലഡിന്റെ ഓട്ടം കുറയുകയും, അതുപോലെ തന്നെ പ്രഷർ കയറുന്ന ബ്ലഡ് ആണെങ്കിൽ ഈ നെഫ്രോൺസിലോട്ടുള്ള ക്യാപ്പിലറീസ്, ചെറിയ ചെറിയ രക്തക്കുഴലുകൾ പൊട്ടുകയും ചെയ്യുന്നു. ഇങ്ങനെ ഈ കിഡ്നി ഡയബറ്റിക് നെഫ്രോപ്പതി അല്ലെങ്കിൽ കിഡ്നി ഫെയിലർ എന്ന സ്ഥിതിയിലോട്ട് ആവുന്നു. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ആവശ്യമായുള്ള ബ്ലഡിൻ്റെ അകത്ത് എല്ലാ സാധനങ്ങളും കാണണം. പക്ഷെ ആവശ്യമില്ലാത്ത ടോക്സിക് ആയിട്ടുള്ളതും ആവശ്യമില്ലാത്ത സോഡിയം അങ്ങനെയുള്ള ഓരോ സാധനങ്ങളും നമുക്ക് യൂറിനിലൂടെ പുറത്ത് കളയണം. പക്ഷെ കിഡ്നി രോഗാവസ്ഥയിലാകുമ്പോൾ ഇത് പുറത്ത് കളയാൻ പറ്റാതെ വരുന്നു. അപ്പോൾ നമ്മുടെ ബോഡിയിൽ ക്രിയാറ്റിനും യൂറിയയും ഒക്കെ അടിഞ്ഞുകൂടിയിട്ട് അത് ടോക്സിക് ആയിട്ട് മാറുന്നു. ഈ ബ്ലഡ് ടോക്സിക് ആയിട്ട് മാറുമ്പോൾ നമ്മുടെ ബോഡിയിലെ എല്ലാ അവയവങ്ങളും അതുവഴി പോയിസണസ് ആയിട്ട് മാറുന്നു, അത് ഫെയിലറായിട്ടും പോകുന്നു. കിഡ്നി ഫെയിലർ മുഖേന അശുദ്ധമായ രക്തം ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടി കിഡ്നി വർക്ക് ചെയ്യാതെ വരുമ്പോൾ നമ്മളൊരു മെഷീനിലോട്ട്, ഈ ഡയാലിസിസ് മെഷീനിലോട്ട് കയറ്റി വിടുന്നു. അതിനുവേണ്ടി നമ്മുടെ ബോഡിയിൽ ആർട്ടറിയിൽ നിന്നും ഒരു ക്യാനുല വഴി രക്തം എടുത്ത് വീനസ് സപ്ലൈയിലോട്ട്, അതായത് വേറെ ഒരു വെയിനിനകത്തോട്ട് ഒരു കുത്തും. എന്നിട്ട് ഈ ആർട്ടറി വഴി കുത്തുന്ന ബ്ലഡ് ഈ ഡയാലിസിസ് മെഷീനിലോട്ട് പോകുന്നു. ശരീരത്തിൻ്റെ ആർട്ടറിയിൽ നിന്നും ബ്ലഡ് എടുത്ത് പുറത്തോട്ട് വരുന്ന മെഷീനിലോട്ട് പോവുകയാണ്. ആ സമയത്ത് ബ്ലഡ് ക്ലീൻ ചെയ്യാൻ വേണ്ടി പുറത്തോട്ട് പോകുമ്പോൾ ആർട്ടറിയൽ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഒരു മോണിറ്റർ പിടിപ്പിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ബ്ലഡ് പമ്പ് പിടിപ്പിച്ചിരിക്കുന്നു. ആ ബ്ലഡ് പമ്പ് ആണ് കൺട്രോൾ ചെയ്യുന്നത് എത്ര സ്പീഡിൽ എത്ര സമയത്തിനുള്ളിൽ ഈ ബ്ലഡ് കലർന്ന് പോകണമെന്ന്. ഒരു മെയിൻറ്റെയിൻ ചെയ്ത് പോകണം സ്പീഡ്. അതുപോലെ തന്നെ ഹെപ്പാരിൻ പമ്പ് പിടിപ്പിച്ചിരിക്കുന്ന ഈ ബ്ലഡ് ക്ലോട്ട് ആകാതിരിക്കുന്നതിന് വേണ്ടി. അങ്ങനെ ഈ ഫിൽറ്ററിൻ്റെ അകത്തോട്ട് ഡയാലിസിസ് മെഷീൻ്റെ ഫിൽറ്ററിൻ്റെ അകത്തോട്ട് ഈ ബ്ലഡ് കടന്നു പോകുന്നു. അപ്പം ക്ലോട്ട് ചെയ്യാത്ത ബ്ലഡ് അതിൻ്റെ അകത്തോട്ട് കടന്നു പോകുമ്പോൾ സെമി പെർമിബിൾ ആയിട്ടുള്ള ഒരു മെഷീൻ അതിൻ്റെ അകത്ത് മെഷ് പിടിപ്പിച്ചിട്ടുണ്ട്. ഒരു അരിപ്പ പോലെയുള്ള ഒരു ഫിൽറ്റർ പിടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തോട്ട് ഫ്രഷ് ഡയാലൈസേറ്റ് അതിൻ്റെ അകത്ത് കടന്നു ചെല്ലുന്നു. അപ്പോൾ നമ്മുടെ ബ്ലഡിനെ ശുദ്ധീകരിച്ച് നമുക്ക് ആവശ്യമുള്ള ബ്ലഡ്, നല്ല രീതിയിലുള്ള ബ്ലഡ്, ശുദ്ധീകരിച്ച ബ്ലഡ് അവിടെ വെച്ച് വേർതിരിക്കപ്പെടുന്നു. ഈ ചീത്ത ശുദ്ധീകരിച്ചതിന് ശേഷം അശുദ്ധമായ രീതിയിലുള്ളതിനെ വേറെ പമ്പിലോട്ട് മാറ്റുന്നു. ഈ ശുദ്ധീകരിച്ച ബ്ലഡ് തിരിച്ച് നമ്മുടെ വെയിനിലൂടെ നമ്മുടെ ബോഡിയിലോട്ട് കയറ്റുന്നു. അതിൻ്റെ ഇടയ്ക്ക് അവിടെ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഇതുണ്ട്, എയർ മാറ്റുന്നതുണ്ട്, എയർ വല്ലതും ഉണ്ടെങ്കിൽ എയർ ട്രാപ്പ് ചെയ്ത് മാറ്റുന്നതുണ്ട്. അങ്ങനെ ക്ലീൻ ആയിട്ടുള്ള ബ്ലഡ്, എയറും ഇല്ല, പ്രഷർ മെയിൻറ്റെയിൻ ചെയ്ത നല്ല ബ്ലഡിനെ, ശുദ്ധീകരിച്ച ബ്ലഡിനെ നമ്മുടെ വെയിൻ വഴി നമ്മുടെ പേഷ്യൻ്റെ ശരീരത്തോട്ട് കയറ്റിവിടുന്നു. സാധാരണ ജനങ്ങൾക്ക് ഈ ഡയാലിസിസിനെ കുറിച്ച് മനസ്സിലാക്കുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. ഇത് നമ്മുടെ ബോഡിയാണെന്ന് വിചാരിക്കുക. ഈ അശുദ്ധമായ ബ്ലഡ് ഇതുവഴി
ചേർന്ന് ഇവിടെ ഫിൽറ്റർ ഉണ്ട്, ഇതിൻ്റെ അകത്ത് ഫിൽറ്റർ ഉണ്ട്, അതുപോലെ തന്നെ സൊല്യൂഷനും ഉണ്ട്, ക്ലീൻ ചെയ്യുന്ന സൊല്യൂഷനും ഉണ്ട്, ഫിൽറ്ററും ഉണ്ട്. ഇത് ആവശ്യമായ രക്തത്തിന് എന്ന് വെച്ചാൽ ചീത്തയുള്ളതിനെല്ലാം തടഞ്ഞു നിർത്തി നല്ലത് മാത്രമാക്കിക്കൊണ്ട് ശുദ്ധീകരിച്ചതിന് ശേഷം ഇതിനകത്ത് സൊല്യൂഷനും അരിപ്പയും വഴി ശുദ്ധീകരിച്ചതിന് ശേഷം നല്ല ബ്ലഡിനെ ഈ ട്യൂബ് വഴി കടത്തി നമ്മുടെ ബോഡിയിലേക്ക് തിരിച്ചു വിടുന്നു. അതായത് ആർട്ടറിയിലൂടെ എടുക്കുന്ന ബ്ലഡ് ശുദ്ധീകരിച്ചതിന് ശേഷം വെയിനിലൂടെ തിരിച്ച് ബോഡിയിലോട്ട് വരുന്നു. അതിനുശേഷം എന്താ വെച്ചാൽ നമ്മുടെ ബോഡിയിൽ ആവശ്യമില്ലാത്ത ചീത്തയായിട്ടുള്ള സാധനങ്ങൾ ഇതുവഴി വേറെ ഇതിലോട്ട് പുറത്തോട്ട് പോകുന്നു.